ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവ് വീണ്ടും തന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാം തിരുവചനം മുതൽ പഠിക്കുമ്പോൾ, യേശു ഒരിക്കൽ കവർന്നഭൂമിയിൽ പോയി ശബ്ബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചു. അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ യേശുവിനെ കണ്ടയുടനെ നിലവിളിച്ച്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. വിശ്വാസികളുടെ സാക്ഷ്യമുള്ള ജീവിതം നശിപ്പിക്കുക, നുണ പറയുക, ഏഷണി പറയുക, കൂടാതെ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുക, എന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഇവരെക്കുറിച്ച് കുറ്റം ചുമത്തുക, അതൊക്കെയാണ് സാത്താൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ പണി. ആ പിശാചിന് പോലും യേശു ആരെന്നും യേശുവിൻ്റെ അധികാരം എന്തെന്നും വ്യക്തമായിട്ടറിയാം. യേശുവിൻ്റെ ആളത്വത്തിലും ശക്തിയിലും തുല്യനായ മറ്റൊരുവൻ ഇല്ല എന്ന് പിശാചിനറിയാം. അവന് സകലതും സാധ്യമെന്നും പിശാചിനറിയാം. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ എന്ന് പിശാച് ചോദിച്ചത്. അത്രപോലും വിശ്വാസികളായ നമുക്ക് യേശുവിനെ കുറിച്ച് വ്യക്തമായ വിശ്വാസവും ബോധ്യവും ഇല്ല. കർത്താവ് പരിശുദ്ധൻ, 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 കർത്താവിന് സകലതും സാധ്യമെന്നും നീ വിശ്വസിച്ച് ഏറ്റുപറയുന്ന നാളിൽ കർത്താവ് നിന്നിൽ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.